గరి సా మని సా సా సగరే గ మామ మని గ మ గరి సగరే గ సా. നമ്മുടെ കഥ ഇവിടെ തുടങ്ങുകയാണ്. ഇതാണ് മംഗലത്ത് ബംഗ്ലാവ്. കേണൽ വിശ്വനാഥവർമ്മയുടെ രാജകൊട്ടാരം എന്ന് പറയാം. പണത്തിന്റെ പേരിലായാലും പ്രതാപത്തിന്റെ പേരിലായാലും ബിസിനസിന്റെ പേരിലായാലും മുൻനിരയിൽ നിൽക്കുന്നു. ഇതാണ് നമ്മുടെ കേണൽ വിശ്വനാഥവർമ്മ. ഇത് അദ്ദേഹത്തിന്റെ ഭാര്യ സതീദേവി. അദ്ദേഹത്തിന് 3 മക്കളാണുള്ളത്, 2 ആണും 1 പെണ്ണും. മൂത്തത് ജിതേന്ദ്രവർമ്മ, ഭാര്യ ലതിക. ഇവർക്ക് 2 ആൺമക്കളാണുള്ളത്. മൂത്തത് അദ്വൈത് വർമ്മ, അപ്പു എന്ന് വിളിക്കും. ബിസിനസ്സും കൂടെ അല്ലറ ചില്ലറ പരിപാടിയായിട്ട് നടക്കുന്നു. രണ്ടാമത്തത് മാനവ് വർമ്മ, മനു എന്ന് വിളിക്കും. ആളൊരു സിംഗറാണ് കേട്ടോ, കുറച്ച് കുറുമ്പനുമാണ്. ഇത് വിശ്വനാഥവർമ്മയുടെ 2ാമത്തെ മകൻ ദേവപ്രതാപവർമ്മ. ബിസിനസ്സുകളുടെ തലവൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ജയശ്രീ. ഇവർക്ക് 3 മക്കളാണ്, 1 പെണ്ണും 2 ആണും. മൂത്തവൾ പാർവതി പ്രതാപവർമ്മ. പാറുവിന് മറ്റൊരു കഥ കൂടി ഉണ്ട്, അത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നുള്ളവർ ട്വിൻസ് ആണ്. ഇവർ ട്വിൻസ് ആണെങ്കിലും ഇവരുടെ രൂപവും സ്വഭാവവും 2 തരത്തിലാണ്. അതിലൊരാൾ ജിതിൻ പ്രതാപവർമ്മ, ജിത്തു എന്ന് വിളിക്കും. അച്ഛൻ്റെ ഒപ്പം ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നു. നമ്മുടെ സെക്കൻഡ് ഹീറോയാണ് കക്ഷി. രണ്ടാമത്തെ ആൾ വൈഷ്ണവ് പ്രതാപവർമ്മ, നമ്മുടെ വിച്ചു. അതെ, ഇദ്ദേഹമാണ് നമ്മുടെ കഥയിലെ ഹീറോ. ആള് ഒരു സിംഗറും മോഡലും കൂടിയാണ്. അതിനാൽ വി എന്ന ചെല്ലപ്പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഒഴിവു സമയങ്ങളിൽ അച്ഛന്റെ ബിസിനസ് കാര്യങ്ങൾ സഹായിക്കാനും ഇദ്ദേഹം ഇറങ്ങാറുണ്ട്. വിശ്വനാഥവർമ്മയുടെ ഇളയ മകൾ ദേവിക വർമ്മ, അവളുടെ ഭർത്താവ് നന്ദൻ മാധവ്. ഇദ്ദേഹം ഒരു ബിസിനസ്മാനാണ്. ഇവർക്ക് 1 ആണും 2 പെണ്ണുമാണ് ഉള്ളത്. മൂത്തത് അഭിഷേക് മാധവ്, അഭി എന്ന് വിളിക്കും. അഭിഷേക് ഒരു ഫിലിം ആക്ടറാണ്. ഭാര്യ ലക്ഷ്മി. ഇവർക്കൊരു മകനുണ്ട്, യദു കൃഷ്ണ. ഇവരുടെ ഒരു പ്രണയ വിവാഹമായിരുന്നു. രണ്ടാമത്തത് ഗായത്രി മാധവ്, നമുക്ക് ഗായു എന്ന് വിളിക്കാം. അച്ഛന്റെ ബിസിനസ് കാര്യങ്ങൾ സഹായിക്കുന്നു. മൂന്നാമത്തത് ജനനി മാധവ്, നമ്മുടെ കുക്കി. നമ്മുടെ ഹീറോയിൻ കൂടിയാണ് കുക്കി. സ്റ്റോറിയിലേക്ക് പോകാം. പിന്നെ പാറു എന്ന കഥാപാത്രത്തിന് നമ്മുടെ കഥയിൽ ചെറിയ ഒരു റോള് മാത്രമേ ഉള്ളൂ. കോളേജ് പഠിക്കുന്ന ടൈമിൽ പാറു ഒരു ക്രിസ്ത്യൻ പയ്യനുമായിട്ട് അടുപ്പത്തിലായിരുന്നു. ഇത് വീട്ടിൽ അറിഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമായി. വിശ്വനാഥവർമ്മ ഇതെങ്ങാണ് അംഗീകരിക്കും തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് അവനൊരു അന്യമതജാതിക്കാരനായതുകൊണ്ട് ഈ ഒരു കാര്യം കൊണ്ട് അവിടെ ആരും ഈ ബന്ധത്തെ അംഗീകരിച്ചിരുന്നില്ല. പാറുവിനോട് എത്ര പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ അവനെ എങ്ങനെയെങ്കിലും വകവരുത്തുന്നുള്ള രീതിയിൽ അവന്റെ വീട്ടിലും ഇതൊക്കെ തന്നെയായിരുന്നു സ്ഥിതി. ഇതൊക്കെ മനസ്സിലാക്കിയ പാറു കക്ഷയം കൊണ്ട് സ്ഥലം വിട്ടു. അതിനുശേഷം അവരെ കുറിച്ച് ഒരു വിവരവുമില്ല. എവിടെയാണെന്നോ ജീവിച്ചിരിപ്പുണ്ടോ എങ്ങനെ ജീവിച്ചു പോകുന്നു ഒരു പിടുത്തവും ഇല്ലായിരുന്നു.
അവർ ഒരുപാട് അന്വേഷിച്ചു കണ്ടെത്താനായില്ല. ബിച്ചുവിനും ജിത്തുവിനും ചേച്ചിക്കുട്ടി എന്ന് പറഞ്ഞ ജീവനായിരുന്നു. അവളുടെ ഒളിച്ചോട്ടം എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു, പ്രത്യേകിച്ച് വിശ്വനാഥവർമ്മയ്ക്ക്. കാരണം അവളാണല്ലോ ആ കുടുംബത്തിലെ മൂത്ത പെൺതരി. അപ്പൊ ആർമീസേ, ഇതാണ് നമ്മുടെ പാറൂസിന്റെ കഥ. ഈ കഥയ്ക്ക് നമ്മുടെ സ്റ്റോറിയുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. സോറി ആർമീസേ, ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. ഇതിന്റെ എഡിറ്റിംഗ് ഡബിങ്ങും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണേ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പൊ നമ്മുടെ കഥ ഇവിടെ തുടങ്ങുക. ഞാനും ഇവനും തന്നെ പ്ലേറ്റ് വരും. ഓക്കെ, നമുക്ക് ഒരുമിച്ച് പോകാം. ഒരു മിനിറ്റടാ, അത് കുക്കിയല്ലേ? കുക്കിങ്ങുള്ള കുക്കിമോളെ, നീ ഇവിടെയായിരുന്നോ? അത് ഞാൻ ജിത്തുട്ടാ. കുക്കി, നീ ഇത് എന്തൊരു പേരായി കാണിച്ചത്? നിന്നെ ഞങ്ങൾ എവിടെയെല്ലാം തിരക്കിയെന്നറിയോ? കഴിഞ്ഞ 4 വർഷമായി നിന്നെ തിരയാത്ത സ്ഥലങ്ങളില്ല ഇവിടെ. നീ ഇവിടെയായിരുന്നു. നീ ഇനി ഒന്നും പറയണ്ട. ഇപ്പം വരണോ എന്റെ കൂടെ? ഇല്ല, ഞാൻ വരത്തില്ല ജിത്തുട്ടാ. എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ എന്റെ കൂടെ വന്നേ പറ്റൂ. ജിത്തുട്ടാ, എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ല. ഞാൻ നിന്നെ കൊണ്ടുപോകും കുക്കി. വെച്ചു, കുക്കി ഇപ്പോൾ എന്റെ കൂടെ ഉണ്ട്. അമ്മേ, ഞാൻ കുക്കിയും കൊണ്ടേ വരുത്തോളൂ. ഇത് ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്കാണ്. ഞാൻ പറയുന്ന കൂടെ ഒന്ന് കേക്ക്. എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. മിണ്ടരുത് നിധി, ഒരു പെട ഞാനങ്ങ് വെച്ച് തരും. പോയി കളിച്ചു. മമ്മ വിളിക്കണം വന്നാ മതി. കുക്കി, ഇതേതായി കൊച്ച്? ഞാനിത് എന്തൊക്കെയാ കാണുന്നേ? ഈ കുട്ടിയെത്താ മമ്മി വിളിക്കുന്ന നിന്നെ? മോള് പോയി കളിച്ചു. പോവാൻ നേരത്ത് മമ്മ വിളിക്കാം കേട്ടോ. ജിത്തുട്ടാ, ഇതെന്റെ മകളാണ്, കുഞ്ഞാറ്റ. കുക്കി, നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? എന്താ നീ പറയുന്നേന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ജിത്തുട്ടാ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇതെന്റെ മകളാണ്, കുഞ്ഞാറ്റ. അതുപോലെ ഞാൻ വീട്ടിൽ വരുന്നില്ല ജിത്തുട്ടാ. നീ വരുന്നത് നോക്കിയിരിക്കുകയാണ് അവിടെ എല്ലാരും. നിനക്കറിയോ, നിന്നെ കണ്ടെന്നറിഞ്ഞപ്പോൾ എല്ലാവരും എന്ത് ഹാപ്പിയാണെന്ന് അറിയാമോ അവിടെ? ഹലോ, അമ്മ, അവൾ എൻ്റെ അടുത്തുണ്ടമ്മ. ഞാൻ ഫോൺ കൊടുക്കാം. ഹലോ അമ്മ. അത് എനിക്കിവിടുന്ന് വരാൻ പറ്റാത്തത് കൊണ്ടല്ലേ അമ്മേ. അമ്മ അത് ഓക്കെ, ഞാൻ വരാം. ജിത്തുവേട്ടാ, ഞാൻ എൻ്റെ മോളെ കൊണ്ട് ഞാൻ എങ്ങനെ അവിടെ കയറി ചെല്ലും? എന്നെ കൊണ്ട് പറ്റത്തില്ല ജിത്തുവേട്ടാ. ഞാൻ എന്ത് പറയും? അതൊന്നും ഓർത്ത് നീ വറീഡാവണ്ട. ആ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. നീ എന്നോട് സത്യം മാത്രം പറയണം. എന്താ ജിത്തുവേട്ടാ? ജിത്തുവേട്ടൻ എന്താ അറിയണ്ടേ? എനിക്ക് കുഞ്ഞാറ്റയുടെ അച്ഛനെ കുറിച്ചാണ് അറിയേണ്ടത്. കുഞ്ഞാറ്റയുടെ അച്ഛനാരാ? ഇപ്പോൾ ഇവിടെ ഉണ്ടോ? എനിക്കൊന്ന് കാണണം. അതെന്നോട് ചോദിക്കരുത് പ്ലീസ്. പറ്റില്ല കുട്ടി, എനിക്ക് അറിഞ്ഞേ പറ്റൂ. നിന്റെ ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കണ്ട. എങ്കിൽ കേട്ടോ ജിത്തുവേട്ടാ, എൻ്റെ കുഞ്ഞാറ്റയ്ക്ക് അച്ഛനില്ല. എൻ്റെ കുഞ്ഞാറ്റയ്ക്ക് അച്ഛൻ വേണ്ട. ഞാൻ മാത്രം മതി. ഇനി എന്നോടൊന്ന് ചോദിക്കരുത് ജിത്തുവേട്ടാ, പ്ലീസ് ഒന്നും ചോദിക്കരുത്. ഇല്ല മോളെ, ഇനി ജിത്തുവേട്ടൻ ചോദിക്കില്ല. നീ എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി. എനിക്കൊന്ന് ആലോചിക്കണം. നമുക്ക് നാളെ തീരുമാനിക്കാം. ഓക്കെ, നീ എന്ത് തീരുമാനമെടുത്താലും അത് ഒന്ന് മാത്രമായിരിക്കും. എൻ്റെ കൂടെ നാളെ വരുന്നു, ഇത്ര മാത്രം. ഞാനിപ്പോൾ വരാൻ കുക്കി. ഹലോ വെച്ചു.
എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. അങ്ങനെ ജിത്തു നടന്ന കാര്യങ്ങൾ മുഴുവൻ വിച്ചുവിനോട് പറയുന്നു. Immediately through gate 8. Thank you. ഡാ, നീ എവിടെയാ? ഞങ്ങൾ നാളെ ഇവിടെ എത്തി. നീ തനിച്ചാണ് അതോ മനു ഉണ്ടോ നിന്റെ കൂടെ? ആടാ വിച്ചു. ഒരിക്കലും എനിക്ക് നിന്നെ അംഗീകരിക്കാൻ കഴിയില്ല. ആടാ, എനിക്കിന്ന് ഷൂട്ടുണ്ട്. ഞാൻ വീട്ടിൽ കയറത്തില്ല. നിങ്ങളെ അവിടെ വിട്ടിട്ട് ഞാൻ പോകും. വിച്ചേട്ടൻ ഇതുവരെ എന്നോടൊന്നും മിണ്ടിയില്ലല്ലോ. ശരിടാ. എന്നോട് വെറുപ്പായിരിക്കുമോ? പിന്നീടുള്ള യാത്രയിൽ അവർ പരസ്പരം ഒന്നും സംസാരിച്ചതേ. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ വീട്ടിലെത്തി. ജിത്തേട്ട, എന്റെ കൂടെ നിൽക്കണേ. മോളെ ചെല്ല്. അപ്പൊ നിനക്ക് ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ട്? ഇങ്ങനെ 3-4 ജീവച്ചവങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നീ ഒരിക്കൽ പോലും ഓർത്തില്ലല്ലോ കുക്കി മോളെ. അമ്മൂസേ, പ്ലീസ് അമ്മൂസേ, എന്നോട് ക്ഷമിക്കാം അമ്മൂസേ. എനിക്ക് ഞങ്ങളോട് എന്തും തുറന്ന് പറയാനുള്ള ഫ്രീഡമല്ലേ ഞങ്ങൾ തന്നിട്ടുള്ളത്. എന്നിട്ട് ഞങ്ങളടുത്ത് ജീവനോടെ ഉണ്ടോന്ന് പോലും അറിയാതെ എരിഞ്ഞു കഴിയുകയായിരുന്നു ഞങ്ങൾ. ആദ്യം പാറ എന്നെ വിട്ടുപോയി. എന്നെ നീ ഇതിനു വേണ്ടി എന്ത് തെറ്റ് ഞാൻ ചെയ്തു നിങ്ങളോട്? അമ്മൂസേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നോട് ക്ഷമിക്കാം പ്ലീസ്. ക്ഷമിക്കാം, പക്ഷെ നീ വാക്ക് തരണം. ഇനി ഒരിക്കലും ഞങ്ങളെ വിട്ട് എങ്ങും പോവില്ല. ഇല്ല അമ്മൂസേ, ഞാൻ ഇനി എങ്ങും പോവില്ല നിങ്ങളെ വിട്ട്. അച്ചായി, എന്നോട് ക്ഷമിക്കില്ലേ? ഇത്രയും നാൾ എവിടെയായിരുന്നു നീ? അവളെ ഈശ്വരൻ നമുക്ക് തിരിച്ചു തന്നില്ലേ പപ്പ? അച്ചായിക്ക് ഒരിക്കലും എന്നോട് പിണങ്ങാൻ കഴിയത്തില്ല. പ്ലീസ് അച്ചായി, എന്നോട് ക്ഷമിക്കും പ്ലീസ്. അമ്മ 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 അമ്മ, എന്നെ ഒന്ന് നോക്കമ്മ. പ്ലീസ് പ്ലീസ് അമ്മ, എന്നോട് എന്തെങ്കിലും ഒന്ന് മിണ്ട പ്ലീസ്. അപ്പ ഒന്ന് പറയപ്പ. ചിത്തേട്ടാ, ഏട്ടനെങ്കിലും ഒന്ന് പറ പ്ലീസ്. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷെ എന്നോട് മിണ്ടാതിരിക്കരുത് മാത്രം ഒന്ന് പറ ചിത്തേട്ടാ പ്ലീസ്. ഓഹോ, ഞാൻ മിണ്ടണമല്ലേ? എനിക്കെന്നെ വേണ്ടായിരുന്നല്ലോ. ഞാൻ മരിച്ചു കളയെന്ന് പറഞ്ഞോണ്ടല്ലേ നീ വന്നത്? അമ്മ, എന്നോട് ക്ഷമിക്കുമ്പോ ഇനി ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാൻ ഇനി എങ്ങും പോവില്ല. അമ്മയെ വിട്ട് നീ എന്നെ വിട്ട് നീ എങ്ങും പോവില്ലല്ലോ. ഞാൻ പറയുന്നത് എന്തും നീ അനുസരിക്കേണ്ടി വരും. അപ്പം ശരിയമ്മ. ലവ് യു അമ്മ. അപ്പാ, അയ്യോ, ഒന്ന് വിടന്റെ കുക്കി. ഏയ് അമ്മക്കുട്ടികളെ, ഇതാരെന്ന് നോക്കേ. നമ്മുടെ കുഞ്ഞാറ്റാണ്. കുഞ്ഞാറ്റ? ഞങ്ങൾക്ക് ആർക്കും മോളോട് ഒരു പിണക്കവുമില്ല. അച്ഛനോട് മുത്തല്ലേ. ഇല്ല, നിനക്കെന്നെ ശരിക്കും അറിയില്ല കുക്കി. വെറുതെ വിടില്ല. നിന്നെ വെറുതെ വിടില്ല കുക്കി. നെഞ്ചു പിടയുന്ന വേദന എന്ത് അറിയണം. അവളെന്നെ ചതിക്കില്ല എന്ന വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. ചേർത്ത് പിടിച്ച പലതും
നിസ്സാരതയോടെ നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടല്ലോ. എന്നിട്ടും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒടുവിൽ ആ പ്രതീക്ഷയും അവസാനിച്ചു. അല്ല, അവസാനിപ്പിച്ചു ഞാൻ. ആ ഹലോ, എന്താ മനു? എന്തു പറ്റി? ആ എടാ ജിത്തു, വിച്ചു അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലയോ? ഹാ, അവൻ എന്തിനാ പോരുന്നല്ലോ. ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കിയിട്ട് കേറുന്നില്ല എന്ന് പോലും പറഞ്ഞു. അവൻ ഇവിടുന്ന് പോയി. എന്തു പറ്റി? അവൻ ഇതുവരെ അവിടെ വന്നില്ലേ? നീ ഒന്ന് വിളിച്ചു നോക്ക്. എടാ ഞാൻ അവനെ വിളിച്ചായിരുന്നോ? അവൻ എടുക്കുന്നില്ല. ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. ശരി, നീ എങ്കിൽ അവനെ ഒന്ന് വിളിച്ചിട്ട് എന്നെ വിളിക്കേ. ഓക്കേടാ. ആരാ നടന്ന് വിളിക്കുന്നതന്നെ? ഹലോ എടാ പോത്തെ, നീ ഇത് എവിടെയാ? എന്താടാ കോപ്പെ, എനിക്കിപ്പോ എന്താ വേണ്ട? എന്നെ ഇന്ന് സ്വസ്ഥമായിട്ട് വിടുവോ? എടാ പുള്ളി, നിനക്കറിയത്തില്ലായിരുന്നു ഇന്ന് ഷൂട്ട് ഉണ്ടെന്ന്? എനിക്കറിയാം നീ എവിടെ ഉണ്ടെന്ന്. ഞാൻ അങ്ങോട്ട് വരുവാ. ആ എടാ ജിത്തു, അവനെ ഗസ്റ്റ് ഹൗസിലുണ്ട്. ഓക്കേടാ. വിച്ചു, നീ എന്താടാ ഈ കാണിക്കുന്നത്? നിനക്കിത് എന്താ പറ്റിയത്? എടാ നീ ഇങ്ങനെ ഒന്ന് കാണിക്കില്ലടാ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കണ്ടിട്ട്. എടാ എന്തിനാടാ ഞാനിനി ജീവിച്ചിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണോ? നീ എഴുന്നേൽക്ക് മനു. എന്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. എന്റെ കുട്ടി, അവളിപ്പോൾ എന്നിൽ നിന്നും ഒരുപാട് അകലെയാണ്. എടാ നീ ഒന്ന് സമാധാനിക്ക്. നിന്നെ ഇങ്ങനെ കാണാൻ വയ്യാത്തോണ്ടായിരിക്കും. ഞാൻ ഇപ്പോൾ ജിത്തുവിനെ വിളിക്കും. ഓ വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല. എനിക്കൊന്ന് ഉറങ്ങണം. വിച്ചുട്ടൻ പോയതിനു ശേഷം അവൻ ഒരുപാട് മാറിപ്പോയി. നീ വിചാരിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ. ഒരു മുറിയിൽ ചടഞ്ഞു കൂടി ആരോടും മിണ്ടാതെ. അവനെ ഒന്ന് മാറ്റിയെടുക്കാൻ ഞാൻ പെട്ട പാട് ചില്ലറയൊന്നുമില്ല. ഒരു കാര്യം കൂടെ എനിക്കറിയണം കുക്കി. എന്താ ജിത്തുവേട്ടാ? കുഞ്ഞാറ്റയുടെ അച്ഛൻ എവിടെയാണ്? ഇത് നീ പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ഈ ചിത്തു നിന്റെ ഒരു കാര്യത്തിനും വരില്ല. പറയാൻ ജിത്തുവേട്ടാ, ആളിപ്പോൾ ജീവനോടെ ഇല്ല. ഒരു ആക്സിഡന്റ് ആയിരുന്നു. ഞാനും കുഞ്ഞാറ്റെ കഴിയുമ്പോ മോളെ, എത്ര നാളായി നിന്നെ ഇങ്ങനെയൊന്ന് ചേർത്ത് പിടിച്ചിട്ട്. എന്നോട് ക്ഷമിക്കുക ചേച്ചിക്കുട്ടി. ഇനി ഞാൻ നിങ്ങളെ ആരും വിട്ട് എങ്ങോട്ടും പോവില്ല. എന്നെ നിങ്ങൾ ഉപേക്ഷിക്കാതിരുന്നാൽ മാത്രം മതി. നിന്നെ ഉപേക്ഷിക്കാനോ
നിനക്കല്ലായിരുന്നു ഞങ്ങളെ വേണ്ടാഞ്ഞത്. ആ നീ ആ വിഷയം വിട് ദേവി. ആഹാ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ചിരിക്കാതെ ഒന്ന് ഉഷാറാവെന്റെ മക്കളെ. അങ്ങനെ ഒരാഴ്ചക്ക് ശേഷം മോള് തന്നെ അച്ഛമ്മയോട് പറ. അച്ഛമ്മ പാടിത്തരാലോ, വാ. നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ മാഞ്ഞുപോയൊരു പൂത്താരം പോലും കൈ നിറഞ്ഞു വാസന്തം പോലെ തെളിയും നിൻ ജന്മപുണ്യം പോലേതോ ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമലേ ജീവനിൽ അമൃതകാനായി വീണ്ടും എന്നിലേതോർമകളായി നിലാ മക്കളെ അപ്പൊ എല്ലാം റെഡിയായി. ഏതാ നിന്റെ സ്പോൺസറിന്റെ മാനേജർ എന്നെ കൊണ്ട് വിളിച്ച് ഞാൻ അങ്ങോട്ട് പോവാം. ഓക്കെ ബൈ. ശരിടാ. ഹലോ, ആ പറയടാ. ആ നീ ഇത് എവിടെയാ? എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ, അത്യാവശ്യം. ആ എടാ, ഞാൻ ലൊക്കേഷനില്ല, ഷൂട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് വരാം. എന്താ പറ്റി? എടാ നീ ഒന്ന് പെട്ടെന്ന് വാ, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നോട് ഒരു കാര്യം പറയണം. എന്താ മനു, എന്ത് പറ്റി? നീ അത് ടെൻഷനിലാണല്ലോ. നീ ഇങ്ങോട്ട് വാ, വരുമ്പോ നേരിട്ട് പറയാം. ഓക്കെ ഓക്കേടാ, ഞാൻ എന്താ വരുന്നത്. ആ പ്രണവ്, ഞാൻ ഇറങ്ങും. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണം. ഓക്കെ സാർ. നിങ്ങൾക്കത് എന്തോ പറ്റി? ആ പോക്ക് കേട്ടാൽ കാര്യം എന്തോ സീരിയസ് ആണ്. എടാ മനു, എന്താണ് കാര്യം? ആ നീ വന്നു, ഞാൻ പറയാം. ആ പറ. എടാ അത് മോളെ ഇരിക്കാതെ കാര്യം പറയണ പറ്റി. എടാ അപ്പൂട്ടൻ ഇന്നലെ വീട്ടിൽ പപ്പയുടെ മമ്മിയുടെ അടുത്ത് പറയുന്നത് കിട്ടും. പൊക്കിയുമായിട്ടുള്ള കല്യാണത്തിന്റെ കാര്യം. അത് ഓ, അതാണ് ഇത്ര വലിയ കാര്യം. അവര് തമ്മിൽ ഇഷ്ടത്തിലല്ലേ, പിന്നെന്താ? കല്യാണം കഴിക്കുന്നതിന് എന്താ കുഴപ്പം? എടാ നീ എന്താ ഇങ്ങനെ പറയുന്നേ? അവളുടെ കല്യാണം നടക്കുന്നതിന് നിനക്കൊരു വിഷമമില്ലേ? ഓ, ഞാൻ വിഷമിച്ചിട്ട് എന്താണ് കാര്യം? അവൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. അവനെ പോലെ പൊക്കി വേദനിപ്പിക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല. അവൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അവളുടെ ഒരു സന്തോഷത്തിന് ഞാനെതിരെ നിൽക്കത്തില്ല. അവളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. എടാ അങ്ങനെയല്ല, ആ കല്യാണം നടന്നത് ശരിയാകില്ല. അത് വേറൊരു സംഭവം ഉണ്ടായി. അത് ഞാൻ നിങ്ങളെ എങ്ങനെ പറയും? എന്താ, നീ കാര്യം പറയേ. എടാ അത് ഞാൻ ഇന്നലെ പാറിൽ വെച്ച് ആ ശരണം ജോണോട് പറയുന്നത് കേട്ടത്. എന്തു പറഞ്ഞു? ജോണെ, അപ്പോ അവളെ കല്യാണം കഴിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. നീ എന്തൊക്കെയാണ് പറയുന്നത്? പിന്നെ അവൻ ആത്മാർത്ഥമല്ലാതെ പിന്നെ എന്ത്? ഏടാ കണ്ടവന്റെ ഒക്കെ കൂടെ കിടന്നു അഴിഞ്ഞാടി നടന്നു ഒരു കൊച്ചിനെയും കൊണ്ട് വന്ന് കയറി അവളെ അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു കല്യാണം കഴിയുന്നെന്ന് പറഞ്ഞു. സത്യമാണെന്ന് നിനക്ക് തോന്നുമ്പോഴാ? ഏടാ ഇതില്ല മറ്റവരുണ്ടല്ല
അവനോടുള്ള പ്രതികാരമായിട്ട് ഇത് എനിക്കതൊക്കെ മുന്നേയായിട്ട് അറിയാം. ഏടാ, അവൻ ഒരു ദിവസത്തേക്കിന് മതിയുള്ളൂ. അവന്റെ ആവശ്യം കഴിയുമ്പോൾ അവൻ എടുത്ത് പറയും. അപ്പൊ എനിക്ക് ഇവിടെ സ്വന്തമായിട്ട് അവളെ കണ്ട അന്ന് മുതൽ തുടങ്ങിയ അവളെ എനിക്ക് ഒരു വട്ടം അത് ഞാൻ നേടിയെടുത്തിരിക്കും. അതിന് അപ്പൊ എനിക്കൊരു തടസ്സമേ അല്ല. അവൻ എനിക്ക് തന്നിരിക്കും. അതെനിക്ക് ഉറപ്പാണ്. നീ പറഞ്ഞ സത്യമാണോടാ? ഞാൻ എന്തിനാടാ ജോളെ നിന്നോട് കള്ളത്തരം പറയുന്നേ? എടാ അപ്പു, നീ എന്റെ ചേട്ടനാണെന്ന് പറയാൻ പോലും എനിക്ക് ഉറപ്പും തോന്നുന്നു. എടാ, അപ്പോൾ എന്താണ് കുക്കി വിവാഹം കഴിച്ച? വേണ്ട, അത് നടക്കരുത്. എങ്ങനെയെങ്കിലും നമുക്ക് ഈ കല്യാണം നടക്കണം. എങ്ങനെയെങ്കിലും. അപ്പോ ഇത്രയൊക്കെ ആയി സ്ഥിതിക്ക് ഇനി ആ കല്യാണം നടക്കണോ വേണ്ടായോ എന്ന് ഞാൻ തീരുമാനിക്കും. അത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എങ്കിൽ പിന്നെ നിനക്ക് വിവാഹം കഴിച്ചൂടെ? അന്നേരം പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വരുത്തില്ല. അപ്പോൾ ഉടനെന്ന് പറയാനും പറ്റത്തില്ല. നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി. അന്നേരം പിന്നെ മമ്മ വിട്ടൊന്നും പറയത്തൂല്ല. കല്യാണം കഴിക്കണം അതൊന്നും നടക്കുന്ന കാര്യമില്ല. വേണം ഞാൻ അവളെ രക്ഷിക്കാം, പക്ഷെ കല്യാണം കഴിയാൻ പറ്റുന്നില്ല. അതൊന്നും ശരിയാവത്തില്ല. അതെന്താ നടക്കാത്തത്? അവളെ തന്നെ പിടിച്ച് വിഴുങ്ങുമോ? എടാ, ഈ ഉപാധി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അല്ലെങ്കിൽ അപ്പോഴനുമായിട്ടുള്ള കല്യാണം ആന്റി അങ്കിള് നടത്തും. അത് എങ്ങനെ? നീ ഒന്നും പറയണ്ട, ഇത് തന്നെയാണ് ശരി. ഇതാവുമ്പോ കുക്കി സേഫ് ആയിരിക്കും, കൂടെ നീയും. ഞാനോ? അതിന് എനിക്കെന്താ കുഴപ്പം? ഓ, നിന്റെ വെള്ളോടി മൂന്നിനെ കുറച്ച് കുറഞ്ഞു കിട്ടുമല്ലോ. നാറി എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ? അതും നീ ഇനി അപ്പോട്ടനെ പോലെ ചിന്തിക്കുവാണോടാ? മനു, സത്യമായിട്ട് നീ എന്റെ വാങ്ങിച്ചു കിട്ടും. നീ എന്തൊക്കെയാ പറയുന്നേ? നീ എന്താ പിന്നെ ഇതിന് സമ്മതിക്കാത്തത്? സമ്മതിച്ചേ പറ്റൂ. ഓ ആ ഓക്കെ, സമ്മതിച്ചു. ബട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്. നീ ഇത് കുക്കിയോട് പറയണം. ഇത് എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല ചെയ്യുന്നതെന്നും അവളെ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണെന്നും അവളോട് നീ പറയണം. അതിന് അവൾക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് ഓക്കെയാണ്. നീ എന്താ ഇങ്ങനത്തെ പറയുന്നേ? ഞാനത് നിങ്ങളോട് പറയും. അതൊന്നും എനിക്കറിയാൻ വയ്യ. നീ എന്തെന്ന് വെച്ചാൽ പറയും, പക്ഷെ അവളുടെ സമ്മതം ഇല്ലാതെ ഞാൻ ഒന്നിനും തയ്യാറാവില്ല. ശരി, ഞാൻ അവളോട് പറയാം. അവൾക്ക് ഓക്കെ ആണെങ്കിൽ നിനക്ക് ഓക്കെ ആണല്ലോ. പിന്നെ വാക്കു മാറരുത്. റെഡിയല്ലേ? ഓക്കെ, ഞാൻ റെഡിയാണ്. അങ്ങനെ ഒരു കിടപ്പ കഴിഞ്ഞു. ഇനി അടുത്തത് കുക്കി. അവളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാൻ പറ്റും. കുക്കീസേ, ആ മനുവേട്ടാ. വാ ഇരിക്കും മോളെ, ചോദിക്കട്ടെ. ആ, എന്തിനാ മനുവേട്ടാ എന്നെ വിളിച്ചത്? കാണണമെന്ന് പറഞ്ഞേ, എന്താ കാര്യം? അത് മോളെ, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അതിന് നിന്റെ സഹായം എനിക്ക് വേണം മോളെ. അതിനെന്താ മനുവേട്ടാ? മനുവേട്ടൻ പറ, ഞാനെന്താ ചെയ്യണ്ടേ? അത് മോള് വിച്ചുമായിട്ടുള്ള വിവാഹത്തിന് തയ്യാറാണ്. മനുവേട്ടൻ എന്താ ഈ പറയുന്നേ? വിവാഹമോ? അതും ബിച്ചേട്ടനുമായിട്ട്? അതെ, വിച്ചുവുമായിട്ടുള്ള നിന്റെ വിവാഹത്തിന്റെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. വിച്ചു ഒരുപാട് മാറി മോളെ. നീ വിചാരിക്കുന്ന കണക്കല്ല. അവനെ പിടിച്ചു നിർത്താൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇനി അതിന് നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ. നീ വിചാരിച്ചെങ്കിൽ അത് നടക്കും. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറയുന്നത്. അത് ശരിയാവില്ല ബിച്ചേട്ടാ. ഞാൻ സമ്മതിച്ചാല് ബിച്ചേട്ടൻ അതിന് സമ്മതിക്കില്ല. സമ്മതിക്കും. അവൻ പറഞ്ഞിട്ടാണ് ഞാൻ നിന്റെ അടുത്ത് വന്നത്. അവനിപ്പോ ഇങ്ങോട്ട് വരും. മോള് നേരിട്ട് തന്നെ മോള് പറയണം എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന്. അവൻ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും പറയും. മോളത് കാര്യമാക്കി എടുക്കരുത്. ശരി മനുവേട്ടാ, എന്റെ ബിച്ചേട്ടന് വേണ്ടിയല്ലേ എനിക്ക് സമ്മതം. വിച്ചു വരുന്നുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞോലെ. ഓക്കെ, ഇവരുണ്ട് ഇത് ഇവിടെ പോയി കിടക്കുന്നത് കാണുന്നില്ലല്ലേ? വന്നില്ലേ ഇനി? വിച്ചു, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വാ. ഞാൻ എല്ലാ കൂക്കയോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സമ്മതമാണ്. നിനക്ക് ഓക്കെ ആണല്ലോ? ഓഹോ, ഇത്ര പെട്ടെന്ന് സമ്മതിച്ചോ? അത്രയ്ക്ക് പ്രേമാണെന്ന് അവ കണ്ടുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. നീ പറഞ്ഞില്ലേ അവളെ സമ്മതിച്ചാൽ നിനക്ക് സമ്മതമാണെന്ന്. പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഓ അങ്ങനെ എങ്കിൽ ഞാനൊന്ന് കേൾക്കട്ടെ അവളുടെ സമ്മതം. അതെ ബിച്ചേട്ടാ, എനിക്ക് സമ്മതമാണ് കല്യാണത്തിന്. അപ്പോ പറഞ്ഞ കണ്ടീഷനൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ? എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, ഹേവൻ നിർബന്ധിച്ചത് കൊണ്ടാ. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിന് സമ്മതിക്കില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞാൽ അപ്പം നിർത്തിക്കോണം നിന്റെ പഴയ സ്വഭാവങ്ങൾ. പിന്നെ നീ കാണുന്നവരോടൊക്കെ ചിരിച്ചു കൊഞ്ചാനും വർത്താനം പറയാനും നിൽക്കരുത്. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ഒരു കാര്യം കൂടി, ഈ വിച്ചുവേട്ട എന്നുള്ള വിളി ഇനി വേണ്ട. വൈഷ്ണവ് പ്രതാപവർമ്മ, അത് മതി. പ്രത്യേകിച്ച് നിന്റെ വായിൽ നിന്ന്. അണ്ടർസ്റ്റാൻഡ്? എവന്റെ ഒരു കാര്യം. മോളെ, നീ അതൊന്നും കണക്കാക്കിയിരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എവൻ ഒരുപാട് മാറിയെന്ന്. ഇതെല്ലാം അതിൽപ്പെടുന്നതാ. നീ ക്ഷമിക്ക്. അവന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു.
സാരമില്ല വനുവേട്ടാ, ഞാൻ ഓക്കെയാണ്. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ശരി മോളെങ്കിൽ. ശരി വനുവേട്ടാ. അപ്പൊ മനു ഞാനങ്ങോട്ട് ഇറങ്ങൂടാ. അവൻ ഒരു പുച്ഛ കലർന്ന ചിരിയോടെ എന്തെല്ലാമോ നേടിയെടുത്തു എന്ന അഹങ്കാരത്തോടെ അവിടുന്ന് തിരിച്ചു മടങ്ങി. അങ്ങനെ ഒരാഴ്ചയോളം കടന്നുപോയി. ഈ ദിവസത്തിൽ ഒരിക്കൽ പോലും വിച്ചു കുക്കിയെ കാണാനോ അവളോടൊന്ന് സംസാരിക്കാനോ തയ്യാറായില്ല. ഇത് കുക്കിക്ക് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്നതായിരുന്നു. ആരോ വന്നല്ലേ, ആരാന്ന് നോക്ക്. ഹായ് സെറീമ, സുഖം തന്നെ ഇല്ലേ? ഹലോ അങ്കിൾ, എന്താന്ന് അനങ്ങാതെ നിൽക്കുന്നേ? ആഹാ അപ്പു നീയോ? ഏട്ടനും ഏട്ടത്തി വന്നില്ലേ പോലെ. അങ്കിൾ അവനൊരു ബിസിനസ് ടൂറില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ആഹാ അപ്പേട്ടാ. കുക്കി നിനക്ക് സുഖം തന്നെ ഇല്ലേ? ആ അപ്പേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് സുഖമാണ്. അല്ല, നാട് വിട്ടുപോയാൽ ഇത്രയും ഗ്ലാമറൊക്കെ വെക്കോ? ഒന്ന് പോയി അപ്പേട്ടാ, കളിയാക്കാതെ. ഓ, ഞാൻ ഇനി കളിയാക്കുന്നില്ലേ. ആ അപ്പേട്ടാ, എന്താ അങ്കിളും ആന്റിയും വരാഞ്ഞത്? അവരൊരു ബിസിനസ് ടൂറിന് പോയതാടാ. പറ, നിന്റെ കാര്യങ്ങളൊക്കെ കേക്കട്ടെ. ഓഹോ, നേരം വെളുത്തപ്പോഴേ പറക്കി കെട്ടിഞ്ഞ് പോരുന്നോ? അവളെ കാണാൻ അവനെ ഉറക്കം വരുന്നില്ല. ഒന്ന് പോ അപ്പേട്ടാ, അതൊന്നും അല്ല കാര്യം. അങ്ങനെ എന്നോട് ചിത്തോട്ടൻ പറഞ്ഞത്. വിച്ചേട്ടൻ ആഹാ വന്നോ നീ? വിച്ചേട്ടൻ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? കുക്കി ഞാനിപ്പോ വരാവേ. അതെ, അനിയനൊന്നും നിന്നേ, എനിക്ക് കുറച്ച് സംസാരിക്കാനൊന്നും. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നീ കേട്ടേ പറ്റൂ. എനിക്കൊന്നും കേൾക്കണ്ടെന്നൊക്കെ പറഞ്ഞത്. റിലാക്സ് വെച്ചു, റിലാക്സ്. എന്റെ കുക്കി ഇനി നിനക്ക് ഞാൻ വിട്ടുതരില്ല. ഞാൻ സ്വന്തമാക്കും അവളെ. അന്ന് അവളെ എനിക്ക് നഷ്ടമായത് നീ ഒറ്റ വരുത്ത കാരണമാണ്. നീ നോക്കിയിരുന്നു, നിന്റെ മുമ്പിലൂടെ ഞാൻ കൊണ്ടുപോകുള്ളേ എന്റെ ഭാര്യയായി. നമുക്ക് കാണാടാ അവൾ ആരുടെ ഭാര്യയായിട്ടാ കഴിയുന്നതെന്ന്. അവളെ നിന്നെ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഈ ബെറ്റിൽ നീ തോറ്റുപോത്തുള്ളൂ വെച്ചു. അപ്പൊ ഞാൻ പോട്ടെ അന്യ. ഒന്നും നിന്നേ, നീ ഒരാളാണെങ്കിൽ ഈ ബെറ്റിലൊന്ന് ജയിച്ച് കാണിക്കടാ പുല്ലേ. ഞാനിപ്പോ പോകുക, നമുക്ക് കാണാം. വാസ്റ്റഡ്. ആ ബുക്ക് ഞാൻ ഇറങ്ങും, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണം. ശരി അപ്പേട്ടാ. വിച്ചേട്ടാ നിനക്ക് മതിയായില്ലല്ലോടി? ഇവിടെ വാടി. ഇതുവരെ മതിയായില്ലൂടി നിനക്ക്? നീയും അവനും കൂടി ചേർന്ന് ഇനി എന്നെ വെക്കിയാക്കാനാ പരിപാടിയെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. നീ പറയുന്നതനുസരിച്ച് താളം തുള്ളി നിൽക്കുന്ന പിച്ചു ഉണ്ടായിരുന്നു. അത് പണ്ട് ഇപ്പൊ ഇല്ല. അവൻ മരിച്ചു, എന്നെയും മരിച്ചു. ഇനി നല്ല പിള്ള ചതഞ്ഞ് എന്നെ വിഡ്ഢിയാക്കാമെന്നോ നിന്റെ വിചാരമെങ്കിൽ ഒന്ന് കളയും ഞാൻ എല്ലാത്തിനെയും. നിനക്ക് തോന്നി എഴുതേക്ക് മോളെ. അമ്മ ചോരയല്ലേ ഇത്? കുക്കി നിനക്കൊന്നുമില്ല, ഞാനുണ്ട് നിന്നോട്, ഞാനുണ്ട്. അമ്മ വിത്ത് ഓടി വാടാ. അതെ എന്താടാ? കുക്കൊന്നും മിണ്ടുന്നില്ല. ഞാൻ വിളിച്ചിടക്കി അവിടെ എഴുന്നേക്കുന്നില്ല. നോക്ക്, എന്റെ കൈ മൊത്തം ചോരയാണ്. എന്റെ കൈ മൊത്തം ചോരയാണ്. വണ്ടി എടുക്കണം. എന്റെ കുഞ്ഞിന് രക്തം പറ്റി.